ഇന്നത്തെ വാർത്താ ദിവസം തുടങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ കടന്നാക്രമണത്തിന് ഇന്നലെ രാത്രി ഇറാൻ ശക്തമായ മറുപടി നൽകിയിരിക്കുന്നു. ഇറാന്റെ മറുപടിയിൽ ടെൽ-അവീവിലും ജെറുസലേമിലുമൊക്കെ വ്യാപകമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. റോക്കറ്റുകൾ, മിസൈലുകൾ പതിച്ചെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന അഹങ്കരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടാണ് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രത്തിലടക്കം മിസൈലുകൾ പതിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതീവ ഗൗരവതരമായ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യ വീണ്ടും എത്തി നിൽക്കുന്നു. ഇസ്രായേലാണ് അതിന് തുടക്കമിട്ടത് എന്ന് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിബിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇസ്രായേലിലും ഇറാനും ഇടയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ജിബിൻ, ഗുഡ് മോർണിംഗ്. ശക്തമായ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട വ്യോമ പ്രതിരോധം അയൺ ഡോം, അതിനെ മറികടന്നുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗാസയിലേക്ക് കടന്നു കയറി സാധാരണക്കാരെ കൊലപ്പെടുത്തിയതുപോലല്ല ഇറാനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ എന്നൊരു പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകാം. തന്നെ മനു, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ പല ഘട്ടത്തിലായി തന്നെ തങ്ങൾ യുദ്ധവെറിയന്മാരാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പല രീതിയിലുള്ള ഇടപെടലുകൾ പല ഘട്ടങ്ങളിലായും അവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം തന്നെയാണ് ഇറാനെതിരെയും ഇന്നലെ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കും അതൊരു പ്രത്യാക്രമണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ തന്നെ പോയത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 48ഓളം പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ ഇസ്രായേലിൽ ജെറുസലേമിലും അതോടൊപ്പം തന്നെ ടെൽ-അവീവിലും ഉണ്ടായ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അവരുടെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർക്കപ്പെട്ടതായുള്ള ചില വിവരങ്ങൾ കൂടി, സൂചനകൾ കൂടി ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇസ്രായേലിലെ പ്രധാന നഗരകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ടെഹ്റാനിലടക്കം ഉഗ്ര സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യം തന്നെ, ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിലൊക്കെ തന്നെ 78ഓളം പേർ അവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇറാനിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തന്നെ ഏകദേശം 320-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊക്കെ ഇടയിലും ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇറാൻ ലക്ഷ്യമിടുന്നത് തങ്ങളുടെ സാധാരണക്കാരെയാണ്, തങ്ങൾ സാധാരണക്കാരെ ഒന്നുമല്ല ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഞാനതിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങളുടെ സാധാരണക്കാരായ മനുഷ്യരെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നാണ്. ഒന്ന് ഓർക്കണം ജിബിൻ, ഗാസയിൽ ഒരാശ്രയവും ഇല്ലാത്ത 50,000-ലധികം മനുഷ്യരെയാണ് ഇവർ കൊന്നു വീഴ്ത്തിയത്. ഒന്നിലും പങ്കാളികളല്ലാത്ത 50,000-ലധികം മനുഷ്യരെ. അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന നോവൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു വിഷയമേ ആയിരുന്നില്ലേ? ഇപ്പോഴാണോ അദ്ദേഹത്തിന് പൊള്ളി തുടങ്ങിയത്? തീർച്ചയായും തന്നെ മനു, ഗാസയിലടക്കം കുഞ്ഞുങ്ങളെ അടക്കം കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ലോകരാഷ്ട്രങ്ങളിൽ അടക്കം വലിയൊരു അപലപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഇസ്രായേൽ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ കണ്ടത് ഗാസയിലടക്കം ഭക്ഷണമടക്കം നിഷേധിക്കുന്ന ഒരു സാഹചര്യം, കപ്പലുകളടക്കം തടയുന്ന, സഹായങ്ങളുമായി എത്തുന്ന കപ്പലുകളടക്കം തടയുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇറാനെ ആക്രമിച്ചപ്പോൾ, ഇറാൻ തിരിച്ചാക്രമിക്കുമ്പോൾ പറയുന്നു തങ്ങളുടെ പൗരന്മാരെയാണ് ഇറാൻ ആക്രമിക്കുന്നത്, സാധാരണക്കാരെയാണ് ഇറാൻ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഏറ്റവും പരിഹാസ്യമായ ഒരു നിലപാടായി തന്നെ നമുക്ക് കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു യുദ്ധവെറിയനായി താൻ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും തന്നെ പല ഘട്ടങ്ങളിലുമായി ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഏതായാലും നിലവിൽ ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. ഇതോടൊപ്പം തന്നെ സമാധാന നടപടികളുമായി അതാണ് ഇനി നമുക്ക് അതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ഏത് തിരിച്ചടിയെക്കുറിച്ച് സംസാരിച്ചാലും യുദ്ധം എന്നത് ഒന്നിനും പരിഹാരമല്ല. സമാധാനം തന്നെയാണ് ആത്യന്തികമായി വേണ്ടത്. നമ്മൾ ഒരിക്കലും യുദ്ധത്തെ അനുകൂലിക്കുന്നുമില്ല. ഇവിടെ മേഖലയിലെ സമാധാന പരിശ്രമങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഖത്തർ ഇടപെട്ടിട്ടുണ്ടോ എന്ന് കേൾക്കുന്നു. അതേസമയം തന്നെ സൗദി ഭരണാധികാരി
MBS ബിൻ സൽമാൻ അദ്ദേഹം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സമാധാന ശ്രമങ്ങൾ ആ രീതിയിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായും തന്നെ മനു, ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നീണ്ടുപോയാൽ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമെന്ന് ലോകരാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളടക്കം ഈ ഒരു വിഷയത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് ശ്രമിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും തന്നെ ഖത്തർ തന്നെ ഇതിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള ഒരു വിവരങ്ങളാണ്. അതോടൊപ്പം തന്നെ ട്രംപുമായി വിവിധ തലത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നു. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് അടക്കം ഈ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ഈ ഇറാൻ ആണവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കനത്ത തിരിച്ചടികൾ നൽകുമെന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ പോവുകയും അമേരിക്ക തന്നെ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് യുദ്ധ സമാനമായ സാഹചര്യത്തിൽ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ നൽകാമെന്നുള്ള ഒരു നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുന്ന ഒരു നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഖത്തർ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സമാധാനം അനിവാര്യമാണ് എന്നുള്ളൊരു കാര്യം അവർ ആവർത്തിച്ച് പറയുന്നു. എത്രയും വേഗം തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു സമാധാനത്തിലേക്ക് എത്രയും വേഗം തന്നെ എത്തണമെന്നുള്ളൊരു കാര്യം തന്നെ അവർ അറിയിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, സമാധാന ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ട്രംപുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും നിലവിൽ അമേരിക്കയുടെ ഒരു നിലപാട് ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും ഇനി മുൻപോട്ടെടുക്കുക എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലായി ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള ഭാവിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്നുള്ളതും നമ്മൾ ഏറ്റവും പ്രധാനമായും തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അമേരിക്ക സ്വാഭാവികമായും ഇസ്രായേൽ അനുകൂല നിലപാട് തന്നെയാണ് എക്കാലത്തും സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇറാനുമായി വീണ്ടും ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ പരാമർശം കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രതികരണം കേൾക്കാൻ നമുക്ക് ഏതായാലും ഒരു കൗതുകമുണ്ടാകും. എങ്ങനെയാണത് വരുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. അതേസമയം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രതിസന്ധി ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതല്ല. ഇപ്പോൾ തന്നെ എണ്ണവില അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വല്ലാത്ത രീതിയിൽ ഉയരാൻ പോവുകയാണ്. അതെല്ലാ രാജ്യങ്ങളെയും ബാധിക്കും, റിഫ്ലക്റ്റ് ചെയ്യും. സ്വർണ്ണവില ഉയർന്നു. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്നടക്കമുള്ള വ്യോമ ഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെടുകയും ചിലവേറിയതുമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാൻ ആകാശപാത അടച്ചതിനാൽ മറ്റു രാജ്യങ്ങൾ വഴി ചുറ്റിപ്പോകേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്? നിലവിൽ മനു, ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ് ഇറാൻ ഈ വ്യോമപാത അടച്ചതോടുകൂടി തന്നെ എയർ ഇന്ത്യയുടെ അടക്കമുള്ള ഫ്ലൈറ്റുകളടക്കം റദ്ദാക്കിക്കൊണ്ടും തിരിച്ചിറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഈ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ ഇടയിൽ വിലക്കയറ്റവും അതോടൊപ്പം തന്നെ സ്വർണ്ണ വിലക്കയറ്റവും അതുപോലെ തന്നെ എണ്ണ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതായുള്ള അന്താരാഷ്ട്ര വിപണിയിലടക്കം ഇതിൻ്റെ മാറ്റങ്ങൾ പ്രകടമാകുന്നു. വിലക്കയറ്റം രൂക്ഷമായ നിലകളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വഴിമാറുന്നു. അതോടൊപ്പം തന്നെ വ്യോമ ഗതാഗതം അതിലൊക്കെ തന്നെ വലിയ തരത്തിൽ തടസ്സം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളടക്കം റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും തിരിച്ചിറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലായി പോകുന്ന ഒരു നിലകളിൽ കാര്യങ്ങൾ പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. പല ഫ്ലൈറ്റുകളും വഴിതിരിച്ച് വിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലായുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന. അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ പരിഹരിക്കണമെങ്കിൽ ഈ ഒരു സമാധാനപരമായ ചർച്ചകളിലേക്ക് ഒക്കെ തന്നെ പോയാൽ മാത്രമേ ശരി, നമുക്ക് ആ രീതിയിൽ സമാധാനം പുലരട്ടെ, ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങൾ നമ്മൾ പ്രഭാതങ്ങളിലേക്ക് വരുമ്പോൾ സമാധാനത്തിന്റെ വാർത്തകൾ കേൾക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇസ്രായേൽ അവരുടെ യുദ്ധക്കൊതി അവസാനിപ്പിക്കട്ടെ എന്ന് കരുതാം. പക്ഷേ അതൊരു വിദൂരമായ സ്വപ്നം മാത്രമാണ്. ഒരുപക്ഷേ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ യുദ്ധക്കൊതിനായ യുദ്ധവെറിയനായ മറ്റൊരു ലോക നേതാവ് ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രതികരണങ്ങളൊക്കെ നമുക്ക് പല ഘട്ടങ്ങളിലും കാണാൻ കഴിഞ്ഞിരിക്കുന്നത്.